ഈ പരിപാടി പങ്കെടുത്തിരുന്നു. ഞങ്ങൾ വന്നാണ് മലമ്പുഴയിൽ. എന്ത് തോന്നുന്നു, എന്ത് തോന്നി ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ? എന്ത് നന്നായിട്ടുണ്ട്. നല്ല സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും നല്ല പ്രവർത്തനം പ്രധാനമന്ത്രി കാഴ്ചവെക്കുന്നുണ്ട്. അത് കാരണം പ്രധാനമന്ത്രിനെ കാണണമെന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് മലമ്പുഴ മണ്ഡലം കണ്ടതിന് ഞങ്ങൾക്ക് നല്ല സന്തോഷം. നരേന്ദ്രമോദിക്ക് ബിജെപിയെ സംബന്ധിച്ച് എത്രത്തോളം ആവേശം നൽകുന്നതാണിത്? ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ഞങ്ങളങ്ങ് എടുക്കും. തൃശ്ശൂർ മാത്രം എടുക്കുള്ളൂ? തൃശ്ശൂർ എന്തായാലും ഇല്ല, തൃശ്ശൂർ ഞങ്ങളങ്ങ് എടുക്കും. തൃശ്ശൂർ അങ്ങ് എടുക്കും ഞങ്ങള്. പക്ഷേ ഈ സുരേഷ് ഗോപിയുടെ ഒരു പ്രഖ്യാപനം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്ന്. സുരേഷ് ഗോപി അതിലൊരു നിരാശയാണ്. സുരേഷ് ഗോപിയുടെ ഒരു ഔദ്യോഗിക നിരാശയില്ല, ഒരു നിരാശയില്ല. സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ സ്ഥാനാർത്ഥിയാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ മക്കളെ കാണുന്ന ആളാണ്. മക്കൾക്ക് വേണ്ടി, തൃശ്ശൂരിലെ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ സ്ഥാനാർത്ഥിയാവും. തൃശ്ശൂരിലെ സുരേഷ് ഗോപി ജയിക്കും. ജയിക്കും. അമ്മ എവിടുന്നാ വരുന്നത്? മലമ്പുഴയിൽ നിന്നാ. ഈ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത ഓരോ പ്രഖ്യാപനങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് നല്ല കാര്യ അത് പറഞ്ഞതല്ല. ഇപ്പൊ സ്ത്രീകൾക്ക് പ്രധാനമന്ത്രി പറഞ്ഞത് കൊണ്ട് എല്ലാം കൊണ്ടും സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക്. സ്ത്രീകൾക്ക് വലിയ പരിഗണന നൽകുന്ന സർക്കാരാണോ കേന്ദ്ര സർക്കാർ? കേന്ദ്ര സർക്കാർ തന്നെ. അതെ. മലമ്പുഴയിൽ നിന്ന് മൂന്നാല് മാസം പെൻഷൻ ഒരു മാസം പെൻഷൻ സംസ്ഥാനത്ത് പെൻഷൻ കിട്ടാത്തതിന്റെ ഒരു പരിഭവമുണ്ട്. ഒരു മാസം ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട്, ഇരുന്നാൽ മതി. പക്ഷേ ഇവിടെ ഈ കേന്ദ്ര സർക്കാർ അതിന്റെ പെൻഷന്റെ വിഹിതം കൊടുക്കുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. കൊടുക്കണില്ല, തരുന്നില്ല. ഞങ്ങൾക്ക് തരുന്നില്ല. മോദി നരേന്ദ്ര പിണറായി ഞങ്ങൾക്ക് തരുന്നില്ല. എന്നാള് വന്നിട്ടുണ്ടായിരുന്നല്ലേ മലമ്പുഴയ്ക്ക്. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നോ? അവിടെ ഇതിന്റെ ഈ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ മലമ്പുഴയിൽ നിന്ന് ഇതിനല്ലേ ഞങ്ങൾ വന്നത് പരിപാടിക്ക്. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിക്കെട്ട് നിന്നാ മതി. ഞങ്ങള് ദൈവമാണ്, ദൈവത്തിന് പോലെ ഞങ്ങൾ. ബിജെപി പ്രവർത്തകയാണോ? അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു ദൈവത്തിന് ലീവ് എടുത്തിട്ട് വന്നിരിക്കും. എല്ലാ കാര്യത്തിനും നമ്മളെ കേരള റേഷൻ കടയിൽ നിന്ന് ഇന്ന് കേരളത്തിന്റെ ഒന്നും കിട്ടാനില്ല. എന്ന് കേരളത്തിന്റെ ഞാൻ ചേലക്കരയിൽ നിന്നാണ് വരുന്നത്. ഒരു റേഷൻ കടയിൽ പോയിട്ട് കേരളത്തിന്റെ എന്ന് പറയണത് കേരളത്തിന്റെ ഒന്നുമില്ലെന്ന് കിട്ടാൻ. ഇന്ന് അതില് ഉപരിയാണ് ഇന്ന് കണ്ടിട്ടുള്ള ലക്ഷോപരിയായിട്ടുള്ള ജനങ്ങൾ ഇന്ന് തൃശ്ശൂർ മൈതാനത്തില്, തേക്കങ്കാട് മൈതാനത്തില്, വടക്കനാഥന്റെ മണ്ണില് ഇന്ന് ഈ നാറിയ ഭരണം രാജിവെക്കല്ലാണ്ട് ഇവിടെ നിൽക്കുന്ന ഒരുപാട് പോലീസ് ഭരണാധികാരികളുണ്ട്. വെറും പട്ടികയായിട്ടുള്ള മനുഷ്യങ്ങളാണ് അവരൊക്കെ. വെറും പിണറായി വിജയന്റെ എന്താ പറയാ, അതിന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പറയാൻ നിർത്തുന്നു. ഏറ്റവും കൂടുതൽ ഈ പരിപാടി മഹിളാ സംഗമത്തിൽ പങ്കെടുത്തിരുന്നോ? പങ്കെടുത്തപ്പോൾ എന്താ തോന്നിയത് എന്താന്ന് വെച്ചിട്ട് തിരക്ക് കണ്ടപ്പോൾ 2 ലക്ഷത്തോളം സ്ത്രീകൾ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കൂടുതലേ ഉള്ളൂ, ഒട്ടും കുറവില്ല. കുറവായിട്ട് ഞങ്ങൾക്ക് ബിജെപി പ്രവർത്തകർ മാത്രമാണോ അതല്ലാതെ മറ്റ് എല്ലാവരും മോദിജിയെ സ്നേഹിക്കുന്ന എല്ലാ ഇവിടെ നിന്നുള്ള ആൾക്കാരും ബിജെപിയുടെ പ്രവർത്തകയാണ്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മോദിജിയൊക്കെ എന്താ പറയാനുള്ളത്? സന്തോഷം. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്ത്രീകൾക്ക് ചെയ്ത പല പദ്ധതികളെ കുറിച്ചും, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത പല പദ്ധതികളെ കുറിച്ചും പ്രഖ്യാപനങ്ങളുണ്ടായി. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നല്ല ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെന്നാണോ പ്രതീക്ഷ? മോദി നന്നായി സഹായിക്കുന്നുണ്ട്. സ്ത്രീകളെ ആയാലും മറ്റ് പുരുഷന്മാരായാലും നന്നായി എല്ലാം സഹായിക്കുന്നുണ്ട്. മോൾക്കെന്താ പറയാനുള്ളത്? നല്ല സന്തോഷം. എവിടെ നിന്നാ വരുന്നത്? വടക്കഞ്ചേരി. ഈ പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ്?
ഓക്കെ, രേണുക, ഇതാണ് കാരണം ഇപ്പോഴും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല, ഈ സ്ത്രീ ശക്തി മോദിക്കൊപ്പം വന്ന പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ആവേശത്തിലാണ് ഓരോ സ്ത്രീകളും കുട്ടികളും, അതായത് വിദ്യാർത്ഥികൾ അടക്കമുള്ള നിരവധി പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തൃശ്ശൂരിലെത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ, അതായത് കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, അതോടൊപ്പം എറണാകുളം മുതൽ കൊല്ലം വരെയുള്ള 8 ജില്ലകളിലെ BJP പ്രവർത്തകരായിരുന്നു ഈ തൃശ്ശൂരിലെ ഈ മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയത്. പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയും നിരവധി ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും എത്തിയിരുന്നു. അതിന്റെ ആവേശമാണ് നമ്മളിപ്പോൾ കാണാൻ കഴിഞ്ഞത്. അവരെ ഈ മോദിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിന്റെ ഒരു ആവേശം പ്രവർത്തകരിൽ ഇപ്പോഴും ഉണ്ട്. മാത്രം